പ്രിയരെ, JK ഫാംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡ്രൈ കൗ തെറാപ്പി എന്നൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആദ്യമേ തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഈ വീഡിയോ അവസാനം വരെ കാണുക. നമ്മളുടെ മലയാളി കർഷകർ ബാംഗ്ലൂരിലൊക്കെ പോയി പശുവിനെ എടുക്കുമ്പോൾ ചതിക്കപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ചും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദ്യമാക്കുന്നുണ്ട്. എൻ്റെ ഒരു അറിവിൻ്റെ പുറത്താണ് ഞാനത് സംസാരിക്കുന്നത്. ദയവായി അത് കേൾക്കുക. ഡ്രൈ കൗ തെറാപ്പിയിലേക്ക് തിരിച്ചു പോകാം. മാസ്റ്റൈറ്റിസ് അഥവാ അകിടുവീക്കം എന്നത് കർഷകനെ അടിമുടി നശിപ്പിക്കുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് തന്നെ കർഷകൻ അടിപ്പെട്ടു പോകും. ഒരു മാസ്റ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ, പശുവിനൊരു മാസ്റ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് രൂപയാണ് കർഷകന് മെഡിക്കേഷനിലൂടെയും അഥവാ മിൽക്ക് ലോസ്, പാല് നഷ്ടപ്പെടുന്നതിലൂടെയും നഷ്ടമാകുന്നത്. ഇത് കറവയിലിരിക്കുന്ന ഒരു പശുവിനാണെങ്കിൽ കറക്കുമ്പോൾ നമുക്കറിയാം മാസ്റ്റൈറ്റിസ് അകിടുവീക്കത്തിൻ്റെ സാധ്യതകളുണ്ടെങ്കിൽ, പാലിലെ കളർ വ്യത്യാസമോ തരിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കാണുകയും മെഡിക്കേഷനിലേക്ക് എത്തുകയും ചെയ്യാം. ഞാൻ മറ്റൊരു വീഡിയോയിൽ മാസ്റ്റൈറ്റിസ് എങ്ങനെ തടയാം എന്നതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ആ വീഡിയോ ദയവായി നമ്മളുടെ ചാനലിൽ മുൻ വീഡിയോകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും, അത് കാണുക. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഒരു പശുവിനെ ഡ്രൈ ഓഫ് ചെയ്യുന്നത്, അതായത് പശുക്കളുടെ കറവ കാലഘട്ടം കഴിഞ്ഞു, പശു പ്രഗ്നൻ്റായി, ഇനി ആ പശുവിനെ 2 മാസം നമ്മൾ പൂർണ്ണമായും പശുവിനെ കറവ ഒഴിവാക്കണം. കാരണം അടുത്ത പ്രസവത്തിലേക്ക് പശു നല്ലതുപോലെ പാൽ ഉത്പാദിപ്പിക്കണമെങ്കിൽ മിനിമം 2 മാസമെങ്കിലും പശുവിന് ഒരു റെസ്റ്റ് പീരീഡ് കൊടുക്കണം. 60 ദിവസമാണ് റെസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, സാധാരണ കറവ വറ്റുന്ന സമയത്ത് 1-2 ലിറ്റർ പാലൊക്കെ ഉള്ളെങ്കിൽ അത് ഡ്രൈ ഓഫ് ചെയ്യാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല, മെഡിസിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ പശുക്കൾക്ക് ഡ്രൈ ഓഫ് ചെയ്യുന്ന സമയത്ത്, അതായത് കറവ വറ്റിക്കേണ്ട സമയമാകുമ്പോൾ 10-12 ലിറ്റർ പാല് ഉണ്ടെങ്കിൽ അത് അങ്ങനെ പെട്ടെന്ന് കറവ നിർത്തിക്കഴിഞ്ഞാൽ പാല് കെട്ടുകയും അകിടുവീക്കം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഞങ്ങളിവിടെ ചെയ്യുന്നത്, ഞങ്ങളുടെ പല പശുക്കൾക്കും ഇപ്പോൾ കറവ വറ്റിക്കുന്ന സമയത്താകുമ്പോൾ 10-11 ലിറ്റർ പാല് ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള പശുവിനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കറവ അങ്ങ് നിർത്തി റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത കറവയിലാകുമ്പോഴത്തേക്ക് പശുവിന് മാസ്റ്റൈറ്റിസ് ഉണ്ടാകും. അത് നമ്മൾ അറിയുകയുമില്ല, കാരണം പശുക്കളെ കറക്കാതിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ നമ്മളവിടെ ചെയ്യേണ്ടത്, ഒരു ഒറ്റയടിക്ക് കറവ അങ്ങ് നിർത്താതെ നമ്മൾ പെട്ടെന്ന് കറവ നിർത്തേണ്ടതെന്നാണോ അതിനൊരു 10 ദിവസം മുമ്പേ ഞങ്ങൾ പൂർണ്ണമായും വൈക്കോല് കൊടുക്കും. പശുക്കളുടെ കംപ്ലീറ്റ് കോൺസെൻട്രേറ്റ്സ് പിൻവലിക്കും, വൈക്കോല് കൊടുക്കും. കുറച്ച് ദിവസം കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും, ഒരു ദിവസം പൂർണ്ണമായും കരയും, കാരണം അതിൻ്റെ ഫീഡ് മാറുമ്പോൾ ഒക്കെ ഉള്ള ബുദ്ധിമുട്ട്, അത് കോൺസെൻട്രേറ്റ് കിട്ടാത്തത് കൊണ്ടൊക്കെ വിഷമമുണ്ടാകും. അതൊന്നും നോക്കണ്ട, നമ്മൾ പൂർണ്ണമായും വൈക്കോലം കൊടുക്കും. അപ്പോൾ തന്നെ പശുവിന് സിഗ്നൽ കിട്ടും, ഒന്ന് പോഷകാഹാരത്തിൻ്റെ കുറവ് വരുമ്പോൾ, അല്ലെങ്കിൽ ഇനി എന്നിൽ നിന്ന് പാല് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള സിഗ്നലൊക്കെ കിട്ടും. പാല് പെട്ടെന്ന് തന്നെ പശുവിനെ കുറയും. ഒരു 3-4 ദിവസം നമ്മൾ വൈക്കോല് മാത്രം അങ്ങ് കൊടുക്കുക, കോൺസെൻട്രേറ്റ് പൂർണ്ണമായും പിൻവലിക്കുക, വൈക്കോലും വെള്ളവും മാത്രമേ പശുവിന് ഫീഡിൽ ഉണ്ടാകുകയുള്ളൂ. എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത്, കറവ എല്ലാ ദിവസവും കറക്കുന്നത് നമ്മൾ ഒരു നേരം കറവയാക്കുക, ഇതിനോടൊപ്പം തന്നെ ഒരു നേരം കറവയാക്കുക, പിന്നീട് ഒന്നിരാടം കറവയാക്കുക. അപ്പോൾ ഒരു 10 ദിവസം കൊണ്ട് പശുവിൻ്റെ മിൽക്ക് പ്രൊഡക്ഷൻ ഏതാണ്ട് പൂർണ്ണമായി നിൽക്കും. എന്നിട്ടും നമുക്ക് ഒരു 1-2-3 ലിറ്റർ പാലൊക്കെ അപ്പോഴും വരികയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് ഡ്രൈ കൗ തെറാപ്പി, അതായത് ഞങ്ങൾ പശുക്കൾക്ക് പശുവിൻ്റെ ടീറ്റിൽ ഞങ്ങൾ സിപ്രാവിൻ, മെഡിസിൻ കയറ്റി വയ്ക്കും. ആ മെഡിസിൻ കയറ്റി വയ്ക്കുമ്പോൾ അത് ലോങ് ആക്ടിങ് ആൻറ്റിബയോട്ടിക്കാണ്, ലോങ് ആക്ടിങ്. അതുകൊണ്ട് പിന്നീട് അങ്ങോട്ടുള്ള ബാക്ടീരിയയുടെ പാസേജ് ഇല്ലാതാവുകയും പശുക്കൾക്ക് അകിടുവീക്കത്തിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യും. എന്നിട്ട് വീണ്ടും പശുവിനെ പ്രസവം കഴിയുമ്പോഴത്തേക്ക് അത് മാസ്റ്റൈറ്റിസ് ഉണ്ടാകില്ല. അകിടുവീക്കം, ഈ പറയുന്ന പ്രഗ്നൻസിയിലുള്ള മാസ്റ്റൈറ്റിസ് നമുക്ക് ഒഴിവാക്കാം. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു കാര്യം, ഞാൻ എൻ്റെ പല വീഡിയോകളിൽ സജസ്റ്റ് ചെയ്തു, നിങ്ങൾ ഒരു കാരണവശാലും നിറജന പശുക്കളെ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വരരുത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ യാത്രയുടെ സ്ട്രെസ്സ്,
പരിപാലനം മാറുന്ന സ്ട്രെസ്സ്, ഫീഡ് മാറുന്നതിൻ്റെ സ്ട്രെസ്സ്, ക്ലൈമറ്റ് മാറുന്നതിൻ്റെ സ്ട്രെസ്സ്, ഇവിടെ വരുമ്പോൾ പ്രസവിക്കുന്നതിൻ്റെ സ്ട്രെസ്സ്, പ്രസവിച്ചു കഴിഞ്ഞാൽ ഉൽപ്പാദനത്തിൻ്റെ സ്ട്രെസ്സ്, ഇത്രയും സ്ട്രെസ്സുകൾ ഒന്നിച്ച് പശുക്കൾക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പശുക്കൾക്ക് അവിടെ ഡോർമൻ്റായിരിക്കുന്ന നിശബ്ദമായിരിക്കുന്ന അസുഖങ്ങൾ, തൈലേറിയ പോലുള്ള അസുഖങ്ങൾ വരികയും പശുക്കൾ നമുക്ക് നഷ്ടമാകുന്ന ഒരു സന്ദർഭം പോലും ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ കിടാരികളെ കൊണ്ടുവരിക. അപ്പോൾ ഇപ്പോൾ പല കർഷക സുഹൃത്തുക്കളും എന്നെ വിളിക്കാറുണ്ട്, ഞങ്ങൾ കിടാരികളെ കൊണ്ടുവന്ന് വളർത്തി തുടങ്ങി. അങ്ങനെയുള്ളവർ നിരാശപ്പെടില്ല. ഇവിടെയാണ് ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നത്. ബാംഗ്ലൂർ കേന്ദ്രമാക്കിയുള്ള ചില വലിയ ഫാമുകൾ ഒരു പുതിയ ബിസിനസ് ആരംഭിച്ചിരിക്കുക. ആ ഫാമുകളൊക്കെ ഞാൻ സന്ദർശിച്ചപ്പോൾ ഇപ്പോൾ പഴയപടി ഒരുപാട് പശുക്കൾ അവിടെ ഇല്ല. അവരവരുടെ ബേസൊക്കെ ഇവിടുന്ന് ചില നോർത്തിലേക്കൊക്കെ അവരുടെ ബേസ് മാറുകയാണ്. ഇങ്ങനെയുള്ള ഫാമുകളിൽ പശുക്കളില്ലാതെ കുട്ടികളുണ്ടാകില്ലല്ലോ. അവർ പറയുന്നത് 4th ജനറേഷൻ പശുക്കുട്ടികളെ വിൽക്കാനുണ്ട്. 6 മാസം പ്രായമായ പശുവിന് 60,000 രൂപയാണ്, 65,000 രൂപയാണ് എന്ന് പറഞ്ഞ് നമ്മൾ മലയാളികൾ കർഷകരെ പറ്റിക്കുന്നു. ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചിന്താമണി മാർക്കറ്റിൽ പോയി അവർ പശുക്കുട്ടികളെ കൊണ്ടുവരുന്നു. ആ പശുക്കുട്ടികൾക്ക് ഇവിടെ റെക്കോർഡ് ഉണ്ടാക്കുന്നു. എന്നിട്ട് നമുക്ക് വിൽക്കുന്നു വലിയ വിലയ്ക്ക്. അവർ പറഞ്ഞ് അവരുടെ ഫാമിൽ ജനിച്ച ഹിസ്റ്ററിയുള്ള കുട്ടികളാണെന്നാണ് പറയുന്നത്. ഇത് നമ്മൾ പറ്റിക്കപ്പെടുകയാണ്. ദയവായി എൻ്റെ കർഷക സുഹൃത്തുക്കൾ പറ്റിക്കപ്പെടരുത്. ഇത്തരം നമ്മൾ പശുവിൻ്റെ ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും പശുക്കുട്ടികളിൽ തന്നെ തുടങ്ങുക. അതിനകത്ത് എനിക്ക് യാതൊരു അതുതന്നെയാണ് എൻ്റെ വഴി. ആ പശുക്കുട്ടികളെ ഒരു മദർ സ്റ്റോക്കായി പരിഗണിച്ച് അതിൽ നമ്മൾ മികച്ച സെക്സോട്ടഡ് സെമൻ കുത്തിവെച്ച് പെൺകുട്ടികളെ ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ഫാമിലെ കുട്ടികൾ. ഇത് നമ്മളുടെ മദർ സ്റ്റോക്കാണ്. അപ്പോൾ മദർ സ്റ്റോക്കിനെ വാങ്ങിക്കാൻ പോകുമ്പോഴും വലിയ വില കൊടുക്കേണ്ടി വരരുത്, പറ്റിക്കപ്പെടരുത്. സാധാരണ ചിന്താമണി മാർക്കറ്റിലൊക്കെ ഒരു 6 മാസം 8 മാസം 10 മാസമുള്ള പശുക്കുട്ടികളെ ഒരു 22,000 രൂപയ്ക്ക് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. 22-25 രൂപയ്ക്ക് അപ്പുറം പാടില്ല. ഇവർ ഇതേ ആനിമൽസിനെ പ്രൊക്യൂർ ചെയ്തിട്ട് അവർ ഡേറ്റ ഉണ്ടാക്കും. അവരുടെ പെരൻറ്റൽ ഒരു ട്രീ ഉണ്ടാക്കുന്നു, ഒരു ഹിസ്റ്ററി ഉണ്ടാക്കുന്നു. അവരുടെ ഒരു ബ്രീഡിങ്, അമ്മയ്ക്ക് ഇത്ര പാലുണ്ടായിരുന്നു, അമ്മയുടെ അമ്മയ്ക്ക് ഇത്ര പാലുണ്ടായിരുന്നു, ബുള്ളിൻ്റെ ഇന്ന ബുള്ളുകളെയാണ് കുത്തിവെച്ചത്, ഇത് 5ാം ജനറേഷനാണ് 4ാം ജനറേഷനാണ് എന്ന് പറയും. നമ്മൾക്ക് ഈ റെക്കോർഡിനെ പൂർണ്ണമായും വിശ്വസിച്ച് നമ്മൾ പോയി വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്നു. അവിടെ തന്നെ നമ്മൾ പറ്റിക്കപ്പെടും. അതുകൊണ്ട് ദയവായി അത്തരം ചതികളിൽ പറ്റിക്കപ്പെടാതിരിക്കുക. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. നല്ലത് വരട്ടെ. മേ ഗോഡ് ബ്ലെസ്.